പ്രിയമുള്ള കലാസ്നേഹികളെ, നാട്ടുകാരെ, ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് അങ്ങിങ്ങായി ചിതർ നിൽക്കുന്ന എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ജെട്ടിമുട്ടയിലിട്ട വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ വരുന്നതുവാ ചെത്തിമുറ്റത്ത് വീട്ടിൽ. ചെത്തിമുറ്റത്ത് വീട്ടിൽ KS സുജനപാലൻ അവர்களுടെയും സുഷമാദേവി അവர்களுടെയും ഓമന മകൻ വാവക്കുട്ടന്റെ നൃത്തിയ അങ്ങേയറ്റമാണ് ഇവിടെ നടക്കുന്നത്. നൃത്താരങ്ങേറ്റം അതാണ് ഇവിടെ നടക്കുന്നത്. അത് കാണുവാനായിട്ട് എല്ലാവരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ ദൈവമേ, അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഈ സുജ ഇത് എവിടെ പോയി കിടക്കുവോ? ഇത് അച്ഛനാന്ന് പറഞ്ഞ് നടക്കുക. ഹലോ സുജേ. ഹലോ ഹുഷ്. ഹലോ ഹുഷ്. എന്റെ പൊന്ന് സുജ, ഇത് അനൗൺസ്മെന്റ് കഴിഞ്ഞ് കുഞ്ഞിന്റെ അരങ്ങേറ്റം തുടങ്ങാൻ സമയമായി. ഇത് എവിടെ പോയി കിടക്കുന്നു? വാ ഇങ്ങോട്ട്. അല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നേരം ആയിടി. ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഗ്രീൻ റൂമിൽ നിപ്പുണ്ട്. ആണോ? നേരത്തെ പറയണ്ട. ഞാൻ ഇപ്പൊ എത്താം. തന്തയാന്ന് പറഞ്ഞോണ്ട് നടക്കുവോ? ഒരേ ഒരു മോന, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞുണ്ടായ കുഞ്ഞ. ആ കുഞ്ഞിന്റെ അരങ്ങേറ്റത്തിന് ജോലിക്ക് പോയേക്കുവാ. നാട്ടുകാർക്ക് ഒന്നാമതേ അസൂയ. ചെറുക്കം വളർന്ന് പ്രായമായിട്ടും അച്ഛനും അമ്മയും കൂടെ കൊഞ്ചിക്ക് വന്ന്. ഞങ്ങൾ കൊഞ്ചിക്കും. അവൻ എന്തുമാത്രം ഇൻസ്ട്രുമെന്റ്സാ പഠിക്കുന്നതെന്ന് അറിയാമോ? ചെണ്ട, തിമില, കൊമ്പ് എന്ന് വേണ്ട, അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. നൃത്തത്തിന്റെ അരങ്ങേറ്റം ഇവിടെ വെച്ചാണെങ്കിൽ ചെണ്ട കുണ്ടറ, തിമില തിരുവല്ല, കൊമ്പ് കുമ്പളം, മദ്ദളം പന്തളം. എനിക്ക് വേണ്ട. എന്റെ ചെറുക്കനെ ഞാനൊരു സകലകല വല്ലഭനാക്കും ചേച്ചി. ഇതെവിടായിരുന്നു ഇത്? ഞാൻ 1.5 മണിക്കൂറായി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് വന്നിട്ട്. നീ എന്തോ എന്നോട് പറഞ്ഞ ഗ്രീൻ റൂമിലാന്നില്ലയോ? ഞാൻ ചെന്ന് കയറുന്ന റൂമല്ല ഒന്നുകിൽ വെള്ള, അല്ലെങ്കിൽ ചുമപ്പ്, അല്ലെങ്കിൽ ഒരുമാതിരി ബീഡിനൂലിന്റെ കളറ്. പിന്നെ ജനലിനകത്തൂടെ ഒരു പെണ്ണ് നിൽക്കുന്നതായിട്ട് നോക്കിയപ്പോഴാണ് നീ അന്ന് മനസ്സിലായി. ഇതും ഗ്രീനല്ലോ, ഒരുമാതിരി വൃത്തികെട്ട ഓറഞ്ച് ആണല്ലോ അടിച്ചു വെച്ചത്. എന്റെ ദൈവമേ, പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന റൂമിന്റെ പേരാണ് ഗ്രീൻ റൂം. അത് പറയണ്ടേ? ഇത്രയും വിവരമില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, എന്തോ ജോലി? അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാനാണല്ലോ സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥൻ. അതറിയാം. ഏതാ പോസ്റ്റ്? അത് കളക്ടറേറ്റിലെ ക്ലർക്ക്. ഇനി ആരെങ്കിലും ചോദിക്കുവാണെങ്കിലേ ഇങ്ങനെ പറയണ്ട, എഴുതി കാണിച്ചാൽ മതി. അല്ലെ സുജ ആയിരിക്കും സ്വന്തമായിട്ട് നാക്ക് കടിച്ച് മുറിച്ച് താഴെ ഇടുന്ന ആദ്യത്തെ വ്യക്തി. ഞാനൊരു കാര്യം പറഞ്ഞാ നീ വിരോധമൊന്നും തോന്നരുത്. എന്താ? എടി, ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടി വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തുമാത്രം പൈസയായി അരങ്ങേറ്റത്തിനാന്ന് പറഞ്ഞ് പൊടിച്ചു കളയുന്നത്. ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്ന പൈസയല്ല. ഞാൻ ലോൺ എടുത്തതാ. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരേ ഒരു കുഞ്ഞ്, കല്യാണം കഴിഞ്ഞ് 7-8 കൊല്ലം കഴിഞ്ഞ് നമുക്കുണ്ടായ പൊന്നോമന മോൻ, അവനെ വെച്ചിട്ട് നിങ്ങൾ കണക്ക് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കുറ്റമാണോടി 8 വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടായത്? നിന്റെ ഒറ്റ പിടിവാശി കാരണം. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇവൾ എന്നോട് പറഞ്ഞു, ഇവക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം ഹണിമൂണിന് പോകണം, എന്നിട്ട് മതി നമുക്ക് കുഞ്ഞെന്ന്. ഞാൻ ഓർത്ത് പാമ്പിടിച്ച പെണ്ണല്ലേ, സാധിച്ചു കൊടുത്തു. ഇവിടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഇവിടെ ആഗ്രഹത്തിന്റെ ഉയർച്ച എനിക്ക് മനസ്സിലായത്. സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂര്, ആംസ്റ്റർഡാം, കാനഡ, ബെൽജിയം. ഞാൻ 8 വർഷം എടുത്തു ഇവളെ കൊണ്ട് കറങ്ങാൻ. 16 ലോണും. അവസാനം ഞങ്ങളുടെ കറക്കത്തിൽ കണ്ടുപിടിച്ചതാണ് പെറു. പെറു കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നീ എന്തുവാടി എന്നോട് പറഞ്ഞത്? ഇനി എനിക്ക് എനിക്ക് വരാവുന്ന ആവശ്യമില്ലാത്ത പഠിപ്പിച്ചു വെച്ചേക്കോ. ഈ ഡാൻസ് ഒന്നും വേണ്ടായിരുന്നു, ചുമ്മാ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ നിർബന്ധം കൊണ്ട് മാത്രമല്ല കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കുന്നത്. എന്റെ കുടുംബത്തിലെ കലാപാരമ്പര്യം കിട്ടിയേക്കുന്നത് എന്റെ മോന. എന്റെ അച്ഛന്റെ മുദ്രയൊക്കെ സുജയ്ക്ക് ഓർമ്മയുണ്ടോ? കൂടുതലുണ്ടോ? കുറച്ചെടുത്ത് കുതിരയ്ക്ക് കൂടെ കൊടുക്കാൻ പറയടി. എന്തുവാ? നിന്റെ അച്ഛന്റെ മുദ്ര. മുദ്രയെന്നല്ല പറഞ്ഞ മുദ്ര. മുദ്രക്കാരൻ, ഭയങ്കര മുദ്രക്കാരനാ. നാട്ടിൽ അറിയപ്പെടുന്ന ആളാ. നാട്ടിൽ അറിയപ്പെടുന്ന ആള് തന്നെ ആയിരുന്നു. ഓരോ കോള് വരുമ്പോഴും അച്ഛൻ അറിയായിരുന്നു അച്ഛന് വേണ്ടിയുള്ള ആദരവാന്ന്. അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു എന്റെ അച്ഛൻ. ശരി, നാട്ടിൽ ഇഷ്ടംപോലെ ആദരവ് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം സഹകരണ ബാങ്കിൽ നിന്ന് ചെണ്ട കൊട്ടി ജപ്തിക്ക് വന്നപ്പോ ആദരവ് തരാനാന്നും പറഞ്ഞ് പോളിസ്റ്റർ മുണ്ടുമെടുത്ത് തിളങ്ങൻ ഉടുപ്പുമിട്ട് മുറ്റത്തിറങ്ങി ഞെളിഞ്ഞ് നിന്നവനാണ് പൊന്നാട വാങ്ങിക്കാൻ ഇവന്റെ അച്ഛൻ. അവരുകൊണ്ട് നെഞ്ചത്ത് നോട്ടീസ് ഒട്ടിച്ചിട്ട് അങ്ങ് പോയി. ഒരു ദിവസം മൊത്തം കളക്ടറുടെ കാലേ കിടന്ന് കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ജപ്തി ഞാൻ ഒഴിവാക്കി തന്നത്. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. അയ്യോ, അതെങ്ങനെ ആലോചിക്കും? പെണ്ണ് കാണാൻ വന്നപ്പോ തെറ്റിദ്ധരിച്ചല്ലേ ഞാൻ. പെണ്ണ് കാണാൻ ചെന്നപ്പോഴേ ഒരു കൊട്ടാരം പോലത്തെ വീട്. വാതിൽ കടന്ന് അകത്തി എന്നപ്പോഴാണ് അറിഞ്ഞത് ബാലയുടെ കട്ടൗട്ട് എടുത്ത് ഓലപ്പന ചാരി വെച്ചേക്കും. അങ്ങനെ പറ്റിച്ചല്ലോടി എന്നെ. ഇതെല്ലാം പറയണം. എന്റെ മോനെ കൂടെ ഞാനത് തെളിയിക്കുമല്ലോ. എന്റെ മോനെ ഞാൻ എന്തായാലും ഒരു നല്ലൊരു നർത്തകനാക്കും അവനെ. സത്യത്തിൽ നൃത്തത്തിനല്ല അവനെ വിടേണ്ടത്. പിന്നെ ഞാൻ അവനെ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഭർത്താവാണ്, എന്റെ കുഞ്ഞിന് നല്ലൊരു തന്തയാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇതായിരുന്നില്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഇതിനാണ് ഇത്ര നാൾ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത്. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ അതിന് വിടത്തുമില്ല. സത്യം പറഞ്ഞ പ്രായപൂർത്തിയായ കുഞ്ഞിനെ ക്യൂ നിർത്തി കുപ്പി മേടിക്കാനല്ലേ നിങ്ങൾ വിടുന്നത്? സിവിൽ. അയ്യോ, ഈ കോക്കാമ്പിച്ച കൗണ്ടർ പറയാനോ നീ ഇത്രയും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നേ? സിവിൽ സപ്ലൈസ് വിടുന്ന കാര്യമാണോ പറഞ്ഞത്? സിവിൽ സർവീസിന് അവനെ വിടണമെന്നാണ് എന്റെ ആഗ്രഹം.
യെസ്. അയ്യേ അയ്യോ അതറിയണമെങ്കിലേ നീ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല, നിരക്ഷര. ഇച്ചിരി പുളിക്കും. അതിനൊക്കെ മമ്മൂക്ക ആവണം നിങ്ങള്. അയ്യേ അതൊക്കെ ഡബിങ് ആണ്, കട്ട് ചെയ്ത് പറയുന്ന സംഭവമാണ്. നിര പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പറയുന്നതാ, എന്നിട്ട് അടുപ്പിക്കുന്നതാണ്. കേട്ടാ വന്നേക്കോ ഒരു ജിയോവൈറ്റി കുത്തി ഉദ്യോഗസ്ഥൻ. എന്തോ ജിയോവൈറ്റി കുത്തി ഉദ്യോഗസ്ഥൻ എന്ന്. ഈ ജിയോവിറ്റി കുത്ത് ഉദ്യോഗസ്ഥൻ മനസ്സിലായോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഈ മഹതി ഉദ്ദേശിച്ചത്. കേട്ടോ? നേരമാണെന്ന് പറഞ്ഞ മേക്കപ്പ് എന്തോ സമയം എടുക്കും. മേക്കപ്പ് കഴിഞ്ഞില്ലേ? ഞാൻ 1.5 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴും മേക്കപ്പ് ചെയ്തു വന്നല്ലോ. അല്ല ലിപ്സ്റ്റിക് ഇടുവാ. 6 മണിക്കൂറായിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ലയോ? അല്ല അത് എന്റെ ഭാഗത്തെ തെറ്റാ. സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതാ ഞാൻ മേടിച്ചു കൊടുത്തത്. മാഷ് ഇടുന്തോറും അവൻ അങ്ങ് നക്കി തിന്നു വന്നേ. ആണ്ട കിടക്കുന്നു. നർത്തക എന്റെ മുന്നിന് കണ്ണു കിട്ടാതിരിക്കട്ടെ. എനിക്ക് പേടിയാ. $4500 ലിന്നന്റെ കാര്യത്തിൽ തീരുമാനമായി. ഫോണ് കണ്ട ചീത്തയാവുന്നു. നല്ല ഫോൺ വാങ്ങിക്കണമായിരുന്നു. ഫോൺ ചീത്തയാവുന്നല്ല പറഞ്ഞു. നീ ചീത്തയാവും. അമ്മച്ചി ഫോണ് കണ്ട വഴി തെറ്റി പോകുന്നു ചെറുക്കൻ. അവൻ ഗൂഗിൾ മാപ്പ് നോക്കാനല്ല ഫോൺ ചോദിക്കുന്നത്, ഗെയിം കളിക്കാൻ കൊടുക്കാൻ. മനുഷ്യൻ ഫോൺ കൊടുക്കും. 10-35,000 രൂപ വരുന്ന മേക്കപ്പ് എല്ലാം കൂടെ ഇതെല്ലാം കറങ്ങി ഫോൺ കൊടുക്കാൻ. എത്ര രൂപ മേക്കപ്പ്? 35,000. എന്റെ ദൈവമേ, എന്തിനാണ് ഈ 35,000 രൂപ മുടക്കി മേക്കപ്പ് ഒക്കെ ചെയ്തേ? അല്ലെങ്കിൽ തന്നെ സുജനപാലിന്റെ മോൻ എന്തിനാടി മേക്കപ്പ്? സുന്ദരനല്ലേ ഇവൻ? ഈ മോന്ത പോലാന്നോ ഈ മോന്ത ഇരിക്കുന്നത്? ഈ മോന്തയെ ഇങ്ങനാക്കാൻ എന്നോട് 1.5 ലക്ഷം രൂപ അവർ ചോദിച്ചത്. പിന്നെ ഞാൻ തറന്നിട്ട് നിന്ന് ലേലം പറഞ്ഞ് 35,000-ലാക്കിയിട്ടാ ഈ കോലമാക്കിയത്. മൊബൈൽ കൊടുത്താ പ്രശ്നം കഴിയുമല്ലോ. എന്റെ ദൈവമേ. എല്ലാരും വിളിച്ചോടി? എല്ലാരും വിളിച്ചു. രാജീവനും സരിതയൊന്നും വന്നില്ലേ? അവരെ വിളിച്ചില്ലേ നീ? അത് വേറെ വിഷയമുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? ഇല്ലെന്തോ. കഴിയട്ടെ കുഞ്ഞാണ്. അവനവിടെ ഇരിക്കുന്നുണ്ട്, നീ പറ. എടി അവനൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമല്ല, നീ പറ. സംഭവം എന്തുവാ? അതായത് രാജീവന്റെ വീട്ടില് അവൻ ജോലിക്ക് പോയ സമയത്ത് നടവാതൊക്കെ 2 ചെരുപ്പ് കിടക്കുന്നു. ആരുടെ? മോഹന്റെ. മോഹന്റെ ചെരുപ്പ് എങ്ങനെ അവിടെ വന്നത്? അവനാന്ന് അറിയത്തില്ല, അവൻ മൊബൈൽ കണ്ടോണ്ടിരിക്കില്ലേ. വലിയ വിഷയമായിരുന്നു. എന്തുവാ വിഷയമായെന്ന് പറ. കട്ടിലടിന്ന് പോക്കി അവിടെ. അയ്യോ മക്കളെ, അത് അങ്ങനല്ലടാ. മോഹൻ അങ്കിളും രാജീവൻ അങ്കിളും അവരെല്ലാരും കൂടെ കട്ടില് പൊക്കി. ഇല്ല ഞാൻ കണ്ടു. ജനലിനകത്ത് എത്തി നോക്കിയപ്പോ ഞാൻ കണ്ടതാ കട്ടിലടി കിടക്കുന്നത്. മതി മതി, ഫോൺ കണ്ടത്. അയ്യേ സജഷൻ വരുന്നതാ. പ്ലീസ് ഡിലേറ്റ് സെർച്ച് ഹിസ്റ്ററി ഗൂഗിൾ. കുഞ്ഞിനൊന്നും കഴിക്കാൻ കൊടുത്തില്ലേ? അതെങ്ങനെ 12:30 ആയപ്പോ തുടങ്ങിയ മേക്കപ്പ്? അങ്ങനെ വാരി വലിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതൊരു ദുഷ്ടയാടി നീ. ഉച്ചോട്ട് മൂത്രം കെട്ടി കിടന്ന വാട്ടർ അതോറിറ്റി ടാങ്ക് പോലെ. ഒരു കാര്യം ചെയ്യും, അവിടെ ബാത്റൂം പോയി മുള്ളിട്ട് സമയം എടുക്കുന്നു. ഉച്ചവരെ കുഞ്ഞിന് മുള്ളണ്ടി സ്നാക്കിയിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ല, മുള്ളിക്കും. ദക്ഷിണയൊക്കെ കൊടുത്തോ? സതിയമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അനുഗ്രഹം മേടിക്കാന്. ഇഷ്ടമാണോടാ? ദക്ഷിണ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാണാല്ലേ. അതെങ്ങനെ മൂങ്ങാൻ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണെന്ന്? സതിയമ്മയുടെ കാല പിടിക്കുമ്പോൾ കാണാൻ വിരല് മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നഖം വളർത്തിയിരിക്കുന്നത്. ഭയങ്കര ഭാവനയാണ് ഇവനുകൾ. ഭാവന എന്തോരം മിമിക്രിയാന്നറിയാം. ഇന്നലെ കുഞ്ഞിനെ ഞാൻ ഉറക്കാൻ കിടത്തിയില്ലായിരുന്നോ? അന്നേരം ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി കഥ തുറന്ന് നോക്കി. കണ്ണാടിയുടെ മുമ്പിൽ നിന്നോണ്ട് മിമിക്രി. എന്തുമാത്രം സിനിമ നടന്മാരാണ് നാണം വന്ന് ചേർക്കണേ. എന്തുമാത്രം സിനിമ നടന്മാരെ അറിയോ? സുരേഷ് ഗോപി, മുരളി എന്ന് വേണ്ട. നിങ്ങൾക്ക് പറയടാ. നീ പപ്പാജി കേട്ടില്ലല്ലോ, പറയടാ. പറ. സുരേഷ് ഗോപി അങ്ങനെ ഒന്ന് കാണിക്കണം പ്ലീസ്. സുരേഷ് ഗോപി പറഞ്ഞോ? മുരളി വിഷം ആ പോവാ. സുകുമാരൻ. അയ്യോ പാപം. മമ്മൂക്ക നോക്കില്ല. ലാലേട്ടൻ
അടിപൊളിയാ കേട്ടോ. ഇവന് നമുക്ക് നമുക്ക് പ്രോത്സാഹനം കൊടുക്കണം. ഓ വേണ്ട ഏട്ടാ. എന്താ എന്തായാലും നമ്മള് ടിനി ടോമിന്റെ ഒക്കെ കഞ്ഞി പാറ്റിയിടുന്ന വേണ്ട. ശരി, അത് വേണ്ട. മോനെ അതൊന്നും ചെയ്യണ്ട. വേണ്ട, സ്റ്റെപ്പുകളെല്ലാം ഓർത്ത് നല്ല വൃത്തിക്ക് കളിക്കണം കേട്ടോ. ഈ തക്കിട്ട താ എന്ന് പറയുമ്പോ മോൻ കൈ നീട്ടണം. തക്കിട്ട താ കഴിഞ്ഞെന്ന് കാണിച്ച് തക്കിട്ട താ. ഇനി തരികട കാണിച്ചേ. തരികട സ്റ്റെപ്പ് കാണിച്ചേ. തരികട 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 ആ തരികട തരികട. ആ പിന്നെ പതാക കാണിച്ചേ മോൻ. പതാക കാണിച്ചേ. പതാക. യോ തവളയുടെ കാല് കാണിക്കാൻ പറഞ്ഞേ. പതാക പതാക. തൃപ്പതാക കാണിച്ചേ. തൃപ്പതാക അല്ല, തൃപതാക. ആ തൃപതാക. മോൻ എന്താ അരമണ്ഡലം. അരമണ്ഡലം ഇരുന്ന് കഴിഞ്ഞ് നേരെ മുഴുമണ്ഡലം. എന്തോ ഇതൊന്നും കേട്ടിട്ടില്ലേ നീ? വേണ്ട. എന്റെ ദൈവമേ, എന്റെ 1.5 ലക്ഷം ചീറ്റി. അരമണ്ഡലം കേട്ടിട്ടില്ലയോ? മുഴുമണ്ഡലം കേട്ടിട്ടില്ലയോ മോനെ? മണ്ടെന്ന് കേട്ടോ അമ്മയ്ക്ക് അച്ഛനെ വിളിക്കുന്നത്. മുഴുമണ്ഡലം നേരെ നിവർന്ന് നിക്കണം മോന്. എല്ലാരും കണ്ട് ചിരിച്ച് വേണം കളിക്കാൻ. ചിരിച്ച് ഡാൻസ് കളിക്കണം. ഒത്തിരി പേരുണ്ടോ? ഒത്തിരി പേരുണ്ട്. ഞാൻ കളിക്കത്തില്ല. എന്തോ അച്ഛനെ അമ്മച്ചിയുടെ മുന്നേ കളിച്ചാൽ മതി. ഞാൻ കളിക്കത്തില്ല. പൈസ ചെലവാക്കി ഇത്ര നടത്തണ്ടേടാ. അങ്ങനെ പറയരുത്. എന്റെ വാവച്ചി കണ്ടോ, ഇറങ്ങി കഴിഞ്ഞിട്ട് സാറുമാര് വിളിക്കും. ചെണ്ടയുണ്ട്, കീബോർഡ് ഉണ്ട്, വയലിനും എല്ലാം പഠിക്കും. വയലിൻ വായിക്കത്തില്ല. അതെന്താ വയലിൻ വായിക്കത്തില്ല? വയലിൻ വായിച്ചിരുന്നപ്പോ പുറത്തുനിന്ന് വിലാസിനേക്ക് ചോദിക്കുവാ, നീ പല്ല് തേക്ക് വന്നോന്ന്. അയ്യോ അത് അങ്ങനെ നിന്നോക്കണ്ട മോനെ. അങ്ങനല്ല മോനെ. ഇത് ഇപ്പൊ കേറി നിന്നിട്ട് നല്ലപോലെ കളിച്ചെങ്കിൽ ഇറങ്ങിയാ മതി. എന്റെ വാവച്ചല്ലേ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ അങ്ങോട്ട് മാറി. മോൻ എന്തേലും സംശയം ഉണ്ടെങ്കിൽ അമ്മച്ചി നോക്കിയാൽ മതി. അമ്മച്ചി ഇവിടെ നിന്ന് കളിച്ച് കാണിക്കാം. സത്യമായിട്ടും. അച്ഛനുണ്ടോ വരാമോ ഞാനോ കളിക്കാൻ? എനിക്കറിയത്തില്ല. പോടേക്കണ്ടേ ഏതങ്ങോട്ട് കേറ്. ഞാൻ പാത്രം കൊണ്ട് പുറകെ വരാമെന്ന്. എനിക്കറിയത്തില്ല. മോപ്പിച്ചെന്റെ വയ്യ ഇത് കാണാൻ. ചിരിക്കണേ ചിരിക്കണേ. പാട്ടിപ്പോയിടും പാട്ടിപ്പോയിടും. സ്വഭാവമൊക്കെ കാണിക്കരുതേ. ആ ആ ആ Chum tam tik 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 dim tam tu jam dim tam tu jam dim tu jam che tik 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 dim tu jam che tik 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 dim tak ka jin tak ka jin tik 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 tom tik 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 jin ta tom ta dim ta nam ta jam tik 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 tom ta jam tik 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 tom ta jam tik 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 tom govindo. അയ്യോ അപ്പച്ചി എന്തു മക്കളെ? അമ്മച്ചി എന്തോടി? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്നാ ഉണ്ടായേ? 8 വർഷം കഴിഞ്ഞാ ഉണ്ടായത് മോൻ. നിനക്കൊക്കെ എന്തൊക്കെ കേടായിരുന്നടാ. സിവിലിന് പോയാലോ നമുക്ക്? അത് പിന്നെ എളുപ്പം